ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് 2 ടയർ കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിംഗ് ഫ്ലവർ ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും 2 പാത്രം ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കപ്പ് നല്ല ചൂട് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച പാൽ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കാം. നല്ല ചൂട് പാലിൽ കോഫി പൗഡർ ഇടുമ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വരും. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള മാവെല്ലാം ഒന്ന് അളന്നെടുത്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ 240 ml കപ്പിൽ 2 കപ്പ് മൈദ മാവ് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. മാവ് അളന്നെടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് അളന്നെടുക്കണം. അതുപോലെ വേറൊരു കപ്പ് കൊണ്ട് മാവ് കോരി അളവ് കപ്പിലേക്ക് ഇട്ട് വേണം അളന്നെടുക്കാൻ. അതിൽ നിന്നും 2 കപ്പ് മാവ് അളന്നെടുത്ത ശേഷം അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാറ്റാം. 1.5 കിലോ കേക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. കൃത്യം അളവാണിത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണും കുറച്ചുകൂടെ അളവിൽ ബേക്കിംഗ് സോഡയും 2 നുള്ളു ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് വയ്ക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും മാവ് നന്നായിട്ട് അരിച്ച് വയ്ക്കണം. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് അരിച്ച് വെച്ചാൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ കൊക്കോ പൗഡർ എല്ലാം മാവിൽ നന്നായിട്ട് മിക്സായിട്ട് വരാനും ഇതുപോലെ അരിച്ച് തന്നെ എടുക്കണം. മാവ് ഇപ്പോൾ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് ഒരു ബീറ്ററോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞു വന്ന ശേഷം പൊടിച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യാം. മുട്ട മാത്രം ഇതുപോലെ ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയാണ്. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/3 കപ്പിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഓയിൽ ഒഴിച്ച ശേഷം ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ബീറ്റർ വേണ്ട. സ്പാച്ചിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇട്ട ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം. മാവിട്ടിട്ട് സോഫ്റ്റായിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കണം. ആദ്യം ഒരു പ്രാവശ്യം ഇട്ട മാവ് നന്നായിട്ട് മിക്സായ ശേഷം മാത്രമേ അടുത്ത് ഇടാവൂ. ഇതുപോലെ നന്നായിട്ട് തന്നെ പതുക്കെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായിട്ട് വരുന്നത് വരെ ഫോൾഡ് ചെയ്യാം. എന്നാലും ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മാവിട്ട ശേഷം ഓവറായിട്ട് ഫോൾഡ് ചെയ്യുവാണെങ്കിൽ കേക്ക് കട്ടിയായി പോവും. മാവ് ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്തും നന്നായിട്ട് പതഞ്ഞു വരണം. എന്നാലേ കേക്ക് നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് പൊങ്ങിയ മുട്ട താന്നു പോകാതിരിക്കാനായിട്ട് സോഫ്റ്റായിട്ട് മാത്രമേ ഫോൾഡ് ചെയ്യാവൂ. ഇനി ഇതിലേക്ക് നമ്മുടെ കോഫി പൗഡർ മിക്സ് ചെയ്ത പാല് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള മാവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാൻ ഈ കേക്ക് OTGയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. OTG 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാത്രമോ കുക്കറോ ഏതാണെങ്കിലും പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ മാത്രമേ കേക്ക് ബേക്ക് ചെയ്യാവൂ. എന്നാലേ കേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. പാത്രം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം പ്രീഹീറ്റ് ചെയ്ത് OTGയിലേക്ക് വെച്ച് കൊടുക്കാം.
എന്നിട്ട് 40-45 മിനിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ മുകളിലും താഴെയിലുമുള്ള കമ്പി ചൂടാകുന്ന മോഡാണ് ഞാൻ വെച്ചത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 2.25 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പാല് പോലെ ആയ ശേഷം മാത്രമേ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാവൂ. അല്ലാതെ കട്ടയായിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്യരുത്. ഇതുപോലെ പാല് പോലെ ആയി വരണം. എന്നാൽ നല്ല തണുപ്പുണ്ടാവുകയും വേണം. ഞാൻ ഫിയോണയുടെയും വിവോയുടെയും വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും കുറച്ച് വാനില എസൻസും ചേർക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ക്രീമിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കുറേ സമയം ബീറ്റ് ചെയ്ത ശേഷം അങ്ങനെ സ്പീഡ് കൂട്ടി വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ ആദ്യമേ തന്നെ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യരുത്. ആദ്യം ലോ സ്പീഡിൽ 1ാമത്തെ സ്പീഡിലിടണം, പിന്നെ 2ാമത്തെ സ്പീഡിൽ, അങ്ങനെ സ്പീഡ് കൂട്ടി പോകണം. ഓരോ സ്പീഡിലും കുറച്ച് സമയം ബീറ്റ് ചെയ്ത് അങ്ങനെ മാത്രമേ മാറ്റാവൂ. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റായിട്ട് കിട്ടും. ഇതുപോലെ ആയാൽ കുറേ സമയം തന്നെ നല്ല ബീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. കേക്ക് 45 മിനിറ്റ് ആയപ്പോൾ എനിക്ക് വലിയ കേക്കും 35 മിനിറ്റിൽ ചെറിയ കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് രണ്ടും ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ട് കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് വലിയ കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ വയ്ക്കാം. ഷുഗർ സിറപ്പ് തണുത്ത ശേഷം ഞാനൊരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുപ്പിയുടെ അടുപ്പിൽ ഹോൾസ് ഇട്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് വെറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്താൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അതിലേക്ക് നല്ല പോലെ തന്നെ ക്രീം വെച്ച് കൊടുക്കണം. ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള ക്രീം വെച്ച ശേഷം സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്യണമെന്നില്ല, കട്ട് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് തന്നെ ചോക്ലേറ്റ് ഇട്ട ശേഷം 2ാമത്തെ ലെയർ വയ്ക്കാം. അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2ാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. 3ാമത്തെ ലെയർ കേക്ക് വെച്ച ശേഷം നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. 3ാമത്തെ ലെയർ കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം കുറച്ച് ക്രീം വെച്ച് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. സൈഡെല്ലാം നല്ലപോലെ ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം ചെറിയ കേക്ക് അതുപോലെ തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ചെറിയ കേക്കും അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം വെച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ചെറിയ കേക്കും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വലിയ കേക്ക് എടുത്ത ശേഷം ക്രീം വെച്ച് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. മുകളിലും സൈഡിലും നല്ല പോലെ ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ക്രീം വെച്ച് കൊടുക്കണം. ക്രീം കുറഞ്ഞു പോവുകയാണെങ്കിലാണ് കേക്ക് പുറത്ത് കാണുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ക്രീം കൂടുതലായിട്ട് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സൈഡിൽ ഒരു സ്ക്രാപ്പർ വെച്ച് ആദ്യം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ച് സൈഡൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം ഒന്നുകൂടെ ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. ചെറിയ കേക്കും അതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും 3/4 കപ്പ് വിപ്പിംഗ് ക്രീം, നന്നായിട്ട് തിളച്ച വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ചൂടായ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റിൽ ഒഴിച്ച് നല്ലപോലെ ഇത് ഇളക്കിയെടുത്തതാണിത്. ബട്ടർ ഇട്ടതുകൊണ്ട് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട്. ഇനി വലിയ കേക്ക് എടുത്ത് വെച്ച ശേഷം അതിൽ ഞാൻ 4 സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ചെറിയ കേക്ക് നമ്മൾ നൈഫ് വെച്ചിട്ട് ഒന്നെടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ഗണാഷ് വെച്ച് സൈഡിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ കേക്കിൻ്റെ സൈഡ് ഇതുപോലെ വരച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയുണ്ടാകുന്നത്. സൈഡ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഒഴിച്ച ശേഷം ആദ്യത്തെ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ബാക്കിയുള്ള സ്ഥലത്ത് ഇതുപോലെ ചോക്ലേറ്റ് വെച്ച് ഒന്ന് സ്പാച്ചിലൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലത്തെ ചെറിയ കേക്കിലും അതുപോലെ ഡിപ്പ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ടും ഇതുപോലെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്താണ് ഒഴിക്കുന്നത്. സൈഡിൽ അധികം അങ്ങനെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാറില്ല. ഇതുപോലെയാണ് ചെയ്യുന്നത്. അതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. എന്നിട്ട് മുകളിൽ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിലിട്ട് ഇതുപോലൊരു ഡെക്കറേഷൻ കൊടുക്കുകയാണ്. ചെറിയ കേക്കിൻ്റെ താഴെയും ഒരു ഡെക്കറേഷൻ കൊടുക്കാം. കേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ അവിടെ കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റാറുണ്ട്. അത് മാറാനായിട്ട് ഒരു ബോർഡർ കൊടുക്കാം. എന്നിട്ട് പേര് ഞാൻ ചോക്ലേറ്റിലാണ് ചെയ്ത് വെച്ചത്. കുട്ടികൾക്കൊക്കെ കേക്ക് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോക്ലേറ്റിലാണ് പേര് വയ്ക്കുന്നത്. അതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ബാക്കിയൊന്ന് നമ്മൾ മുകൾ ഭാഗത്ത് മുറിച്ച് മാറ്റിയ കേക്ക് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കൈവച്ച് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. 2 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗണാഷ് കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ആ പരുവാവുന്നതുവരെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കുഴച്ചെടുക്കണം. ചോക്ലേറ്റും കൂടെ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു ടേസ്റ്റാണ്. കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ബോൾസായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതുപോലെ പരത്തി വട്ടത്തിലാണ് എടുത്തത്. അതുപോലെ എല്ലാം ഇതുപോലെ ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ 5 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ടൂത്ത് പിക്ക് ആയാലും മതി. ഇതെല്ലാം ഇതുപോലെ തെച്ച് ചെയ്ത് വയ്ക്കാം. എല്ലാത്തിലും സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നന്നായിട്ടിത് തണുത്ത് വരണം. നന്നായിട്ട് തണുത്ത് വരുമ്പോൾ പിന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതാണ്. വിപ്പിംഗ് ക്രീമൊന്നും ഇല്ലാതെ ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം ഈ ചോക്ലേറ്റിലേക്കൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വെക്കണം. ഇതിപ്പോൾ ഈ ഗ്ലാസ്സിൽ വയ്ക്കാൻ പറ്റില്ല. ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇതുപോലെ വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് ഇത് സെറ്റായിട്ട് വരും. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെയുണ്ട്. വിപ്പിംഗ് ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്ത ശേഷം
ഇതിലേക്ക് ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം. നമ്മൾ റോസറ്റ് ഫ്ലവർ വരയ്ക്കുന്ന പോലെ വരച്ചു കൊടുക്കാം. ഒരു റോസറ്റ് ഫ്ലവർ വരച്ചു കൊടുക്കാം. എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. രണ്ട് സൈഡിലും ഓരോ ഫ്ലവർ വരയ്ക്കാം. എന്നിട്ട് സൈഡിലുള്ള ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കേക്കിൽ വയ്ക്കുമ്പോൾ കുട്ടികളൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും അത് കഴിക്കാനായിട്ട്. ഒരു പൂവെന്ന് വിചാരിച്ച് എടുക്കുമായിരിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ ഇത് കേക്കാണ്. അത് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം പിങ്ക് കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കേക്കിലേക്ക് അത് മാച്ച് ആവുന്നില്ല. അങ്ങനെയാണ് പിന്നെ റെഡ് കളറാക്കിയത്. ഒരെണ്ണം കൂടെ അതുപോലെ തന്നെ വരച്ചിട്ട് വെച്ച് കൊടുക്കാം. രണ്ടെണ്ണമേ ഞാൻ ഈ കേക്കിൽ വയ്ക്കുന്നുള്ളൂ. രണ്ടാമത്തതും വെച്ച് കൊടുക്കാം. നന്നായിട്ട് അത് താഴ്ത്തി വെച്ച് കൊടുക്കാം. കേക്കിലേക്ക് നന്നായിട്ട് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്താൽ മതി. ചെറിയ കേക്കായതുകൊണ്ട് പേര് മാത്രം ഞാൻ ചോക്ലേറ്റ് ചെയ്തിട്ട് ടോപ്പർ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.